ഹലോ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. അപ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണല്ലോ, ഞാൻ ഫുൾ കള്ളത്തരമാണ് ഇന്നേ. അപ്പോൾ അമ്പലത്തിലൊന്ന് പോകണമെന്ന് വിചാരിച്ചു, അത് മടിച്ചു. അപ്പോൾ രാവിലെ തന്നെ എല്ലാം കുഞ്ഞടുക്കളയിലെ കാര്യങ്ങളെല്ലാം നടത്തി കൂട്ടി കേട്ടോ. അപ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അമ്പലത്തിൽ പോകുന്നുണ്ടല്ലോ, അവിടുത്തെ എന്തെങ്കിലുമൊക്കെ എടുക്കാമെന്നൊക്കെ വിചാരിച്ച് ഞാനിങ്ങനെ ഇരുന്ന് കേട്ടോ. പക്ഷെ ആ വീഡിയോയും നമ്മൾ എടുത്തില്ല. അമ്പലത്തിൽ പോയോ അതുമില്ല. അപ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് അങ്ങ് പ്രാർത്ഥിച്ചു കേട്ടോ. അപ്പോൾ എവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും തമ്പുരാൻ വിളിയേക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. എൻ്റെ മനസ്സിനകത്ത് അങ്ങനെയാണ്. അപ്പോൾ ഞാനിവിടെ ഇരുന്ന് അങ്ങ് വിളിച്ചു കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ കാര്യം, കാലിന് വേദന, ഭയങ്കര വെയിൽ. അപ്പോൾ നമ്മുടെ ഇവിടെ എല്ലാം ഇന്ന് തൈപ്പൂയമാണല്ലോ, ഇവിടെ എല്ലാം പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ ഈ കാവടിയാട്ടം, അങ്ങനെ ഒരുപാട് പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ അങ്ങ് മടിച്ചു. അപ്പോൾ ഈ സാത്താൻ കയറുന്നെന്നാണ് പറയുന്നത് ഇങ്ങനെയൊക്കെ അല്ലേ. നമ്മൾ പ്രാർത്ഥന മുടക്കിയാലും ഇങ്ങനെ യാത്രകളും മുടക്കിയാലും ഒക്കെ എനിക്ക് തോന്നുന്നു ഇങ്ങനെ സാത്താൻ കയറുന്നെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തോ എന്നെ ബാധ കൂടിയിട്ടുണ്ട്, അതാണ് പെട്ടെന്ന് മനസ്സ് മാറിയതും ഒക്കെ കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെയാണ് വിശ്വസിക്കുന്നത്. അപ്പോഴെന്തായാലും പോക്ക് ഒന്നും നടന്നില്ല കേട്ടോ. അപ്പോൾ ഇവിടെ ഇരുന്ന് ഞാനങ്ങ് പ്രാർത്ഥിച്ചു. അപ്പോഴൊന്നും കിട്ടിയില്ല. ഇന്ന് എന്താ ചെയ്യുന്നത്, ഇന്ന് എന്തുവാ നിങ്ങളെ ഒന്ന് കാണിക്കുന്നത്. കുറച്ച് കൂട്ടുകാരെങ്കിലും വീഡിയോ കാണുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് എന്തെങ്കിലും ഒന്ന് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചപ്പോൾ നമ്മൾ ഒരു ദിവസം നമ്മൾ ചീനിക്കായ പറിച്ചല്ലോ. അപ്പോഴെൻ്റെ ബിജുക്കുട്ടി പറഞ്ഞു ചീനിക്കായ കണ്ടിട്ടില്ല. പക്ഷേ ഉണ്ടടാ, അത് ചീനി നന്നായിട്ട് വിളയുമ്പോഴാണെന്ന് തോന്നുന്നു കേട്ടോ ഈ ചീനിക്കായ ഉണ്ടാവുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കുഞ്ഞുനാളെ ഒരുപാട് പമ്പരം കറക്കി കളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കല്യാണം ഒന്നും കഴിഞ്ഞപ്പം പിന്നെ പമ്പരമൊന്നും കറക്കാൻ സമയം കിട്ടിയില്ല. ഞാൻ തന്നെ അങ്ങ് കറങ്ങി കേട്ടോ. അപ്പോഴും ഞാൻ വിചാരിച്ചാൽ നിങ്ങളെ ഒന്ന് പമ്പരമൊക്കെ കറക്കി ഒന്ന് കാണിക്കാം കേട്ടോ. പമ്പരമൊക്കെ കറക്കി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരെണ്ണം സെറ്റാക്കി ഞാൻ വെച്ചു, ചെത്തിയൊക്കെ ഒന്ന് വെച്ചിട്ട് കുഞ്ഞൊരെണ്ണ കിട്ടിയത് കേട്ടോ. പക്ഷെ നമ്മുടെ ആ കുഞ്ഞുനാൾ സമയത്ത് വലിയതായിരുന്നു ചീനിക്കായ കേട്ടോ. ഇപ്പം നമ്മുടെ ഇങ്ങനെ ന്യൂ ജനറേഷൻ ആയപ്പോൾ ഇതേപോലെ ഇരിക്കുന്നു. ഇത്രയേ ഉള്ളൂ. ചെത്തി കണ്ടിച്ചപ്പോഴേ ചീനിക്കായ നല്ല രസമാണ്. ഞാനൊന്ന് കറക്കി നോക്കി, ശരിയാവുന്നുണ്ട്. പിന്നെ നിങ്ങളൊക്കെ കുട്ടിയും കോലും, അതൊക്കെ ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് ആലോചിച്ചേ, കുട്ടിയും കോലും ഒക്കെ കളിച്ചിട്ടുണ്ടോ. ചീനിക്കമ്പ് തന്നെ ഒരു കമ്പ് വലുതേ, ഒരെണ്ണം ചെറുത്. അപ്പോൾ കൈ വേദനയ്ക്ക് ഒരു കൈ നമ്മുടെ സ്റ്റാൻഡേ ഇരിക്കുക കേട്ടോ. അപ്പോൾ ഒരു കമ്പ് ചീനിക്കമ്പ് വലുതും ഒരെണ്ണം കുട്ടി കമ്പ്. അപ്പോഴതൊക്കെ ഒത്തിരി നമ്മൾ കളിച്ചിട്ടുണ്ട് കേട്ടോ. ട്യൂഷൻ കഴിഞ്ഞ് വന്ന് ഇതായിരുന്നു അയ്യമ്പാടും നമ്മൾ കുട്ടിയും കോലും കളിയായിരുന്നു കേട്ടോ. പെൺപിള്ളേരെ, ഞാനും എൻ്റെ കൂട്ടുകാരികളൊക്കെ അടുത്തടുത്തൊക്കെ താമസമുണ്ട്. അവളുമാരും എല്ലാം കൂടെ ഇങ്ങനെ കുട്ടിയും കോലും കളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പമ്പരമൊക്കെ ഒന്ന് വൃത്തിയാക്കാം. ചെത്തി കണ്ടിച്ച് നിങ്ങളെ ഒന്ന് കാണിക്കാം. ഞാനൊന്ന് ഒരു 40-45 വയസ്സായി, ഞാനൊന്ന് പമ്പരം കറക്കി നോക്കട്ടെ, എങ്ങനെ ഉണ്ടാകുമെന്ന് നോക്കട്ടെ അല്ലേ. മോനങ്ങ് പോയി കേട്ടോ, ആളുടെ ട്യൂഷൻ സെൻറ്ററിലിരിക്കുന്ന പുസ്തകം. അപ്പോഴാളങ്ങ് പോയി, അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടും കൂടെ ഒന്ന് കളിച്ചേനെ കേട്ടോ. പക്ഷെ അവരൊന്നും കണ്ടിട്ടില്ല സംഭവം. ഇതവർ കളിച്ചിട്ടുമില്ല. അപ്പോൾ നമുക്ക് പമ്പരം കറക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ചീനക്കായ കേട്ടോ. ചീനിക്കായയും റെഡി ആയിട്ടുണ്ട്, നമ്മുടെ ഈ കിളിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചിന്നുവിൻ്റെയും മിന്നുവിൻ്റെയും തല മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ. അപ്പോൾ ഇതൊന്നും പറയണ്ട, എടുക്കുന്ന പാടൊന്നും പറയണ്ട കേട്ടോ. അത് സ്റ്റാൻഡേ വെച്ചാൽ മിക്കവാറും എൻ്റെ ഫോൺ തറയെ വീഴും. അതുകൊണ്ടാണ് വലിയ പാടാണ്, മറ്റേ കൈ എടുക്കാനും ഒക്കത്തില്ല. ഇപ്പം എന്താ ചെയ്യുക, എവിടെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് വെച്ചാലോ. അപ്പോൾ നമ്മൾ ഒരുവിധം നമ്മുടെ ഫോണൊക്കെ ഒന്ന് ശരിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെത്തിയെടുക്കാം കേട്ടോ, പച്ചയായിട്ടോ. അല്ലെങ്കിൽ സൂപ്പറായിട്ടിരുന്നു, തന്നെ ഉണങ്ങിയതായിരുന്നെങ്കിൽ ഇങ്ങനെ നമുക്ക് ചെത്തിയെടുക്കാം. ഇപ്പോഴത്തെ കുഞ്ഞുമക്കൾക്കും അറിയത്തില്ലെന്ന് തോന്നുന്നു കേട്ടോ, എനിക്കറിയത്തില്ല, ഞാൻ കണ്ടിട്ടില്ല ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളൊന്നും ഇതൊന്നും ചെയ്യുന്നത്. തീരെ ചെറുതാണ് കേട്ടോ നമ്മുടെ കായ. അപ്പോൾ നമുക്ക് ഈർക്കിലിൻ്റെ തുമ്പൊന്ന് വൃത്തിയാക്കി എടുക്കാമേ. കയറുമോ എന്തോ നോക്കട്ടെ. ഈ നമ്മുടെ ഈ തണ്ടിരുന്ന ഭാഗത്തൂടെ
തണ്ടിരുന്ന ഭാഗത്തൂടെ നമുക്ക് കുത്തിയിറക്കാം. കയറുമെന്തോ, പക്ഷെ ഒരെണ്ണം ഞാൻ അത് കനവില്ലാത്ത ഈർക്കില്ലേ കയറി കേട്ടോ. അപ്പോൾ നമ്മളൊക്കെ അന്ന് ചെയ്തത് ഈ ഉണങ്ങിയത് വെച്ച്, അതോ ഇനി ഓർമ്മയില്ല, ഈ പച്ച തന്നെ ഇങ്ങനെ ഈർക്കിലിങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തതെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അപ്പോഴതേ ഇങ്ങനെയാണ് നമ്മൾ പമ്പരം കറക്കുന്നത്. നാണം കെടുത്തല്ലേ പമ്പരമേ നീ. ഇങ്ങനെ പോകും കേട്ടോ. നമുക്ക് ഒത്തിരി സൂപ്പർ. ഇങ്ങനെ ഒത്തിരി നാളായില്ലേ നമ്മൾ പമ്പരം കറക്കിയട്ടെ, അതിൻ്റെ ഒരു കുഴപ്പം ഉണ്ടാവും കേട്ടോ. ഇരിക്കുന്നില്ലല്ലേ, തപ്പിച്ചിട്ടിപ്പോയി. ഇത് ഒരുമാതിരി എനിക്ക് തോന്നി ഇതിച്ച് ഞാൻ രാവിലെ ഉണക്കിയതാണേ. എന്തായാലും ദേ ഇങ്ങനെ അങ്ങ് ഇച്ചിരി ആയി. പക്ഷെ നന്നായിട്ടിത് പമ്പരം കറങ്ങും കേട്ടോ. ആൺപിള്ളേരൊക്കെ വേണം, അവർക്കൊക്കെ നന്നായിട്ട് അറിയാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ കിളവി കുത്തിയിരുന്ന് പമ്പരം കറക്കിയ അത് ശരിയാവുമോ? എൻ്റെ ദൈവമേ, വീഡിയോ കണ്ടിട്ട് ആരും തെറി വിളിക്കാതിരുന്നാൽ മതി. എനിക്കതാണ്. ചക്കപ്പഴം അവിടെ ഇരിപ്പുണ്ടായിരുന്നു, അത് കൊത്തിപ്പറിച്ച് തിന്നുന്നത് കാണിച്ചാൽ മതിയായിരുന്നല്ലേ. ആരെങ്കിലുമൊക്കെ ഒന്ന് കൊതിയെങ്കിലും വിട്ടേനെ. ഇതെന്തോ പമ്പരം കറക്കിക്കൊണ്ടിരിക്കുന്നതല്ലേ. അപ്പോഴിങ്ങനെ നമ്മൾ കേട്ടോ കറക്കിയെടുക്കുക. അങ്ങനെയാണ് മോൻ വരട്ടെ, അല്ലെങ്കിൽ അവനെയും കൊണ്ടൊന്ന് ചെയ്യിക്കാം. അപ്പോഴ് ആ മക്കളൊക്കെയുള്ള അമ്മമാരുണ്ടല്ലോ, വീട്ടിൽ ഇരിക്കുന്ന ദിവസം മക്കൾ കുഞ്ഞുങ്ങൾ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചുകൊണ്ട് തരുമോ നിങ്ങൾക്ക്? അപ്പോൾ ഇവിടെ കേട്ടോ, നമ്മൾ പറഞ്ഞില്ലെങ്കിൽ അവൻ വാങ്ങിച്ചുകൊണ്ട് തരും. എനിക്ക് എന്തെങ്കിലും പോപ്പിൻസ്, പിന്നെ ലേസ്, ഹലോ, എനിക്ക് വാങ്ങിച്ചുകൊണ്ട് തരും കേട്ടോ. ഇച്ചിരി ഷൂ ഒക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. ഞാൻ എത്ര ഇഞ്ചല്ലിയാണ് നോക്കിയിരിക്കുന്നത് ഇവർ കഴിക്കുമ്പോൾ. അവർ പറയും അമ്മയുടെ കാര്യം കൊണ്ട് തോറ്റു കേട്ടോ. അമ്മയ്ക്ക് അപ്പം അമ്പലം ഒന്ന് കറക്കി തരണേ. അമ്മ കറക്കിയിട്ട് കറങ്ങുന്നില്ല. അമ്മ കറക്കിയിട്ട് നന്നായിട്ട് കറങ്ങുന്നില്ല. അങ്ങനെയല്ലെന്ന് ദേ അതങ്ങ് ചാടിപ്പോവാ. ഇതങ്ങ് ദേ ഇങ്ങനെ നിന്ന് കറങ്ങണം മോനെ. ഇങ്ങനെ നിൽക്കേ. അല്ല, അത്ര നീളം വേണം. സൂപ്പർ. ഒന്നും കൂടെ കാണിച്ചേ. കണ്ട അമ്മ എത്ര നേരം കൊണ്ട് ഇവിടെ ഇരുന്ന് കറക്കും. ഒന്നും കൂടെ കാണിച്ചേ. അതാ പിന്നെ നമ്മുടെ ആ ഈർക്കൽ കുത്തിയിൽ നീളക്കൂടുതലായതുകൊണ്ടാണോ? പോയി തറയിൽ പോയി എടുക്കട്ടെ. ഞാൻ ഇതിന് ഈർക്കൽ വെച്ച് ഇത്രയും നീളം വെച്ച് കേട്ടോ. ഞാൻ നോക്കട്ടെ, ഇച്ചിരി നീളം കുറച്ച് നമ്മൾ കേട്ടോ. പോയി അപ്പുറത്ത്. ഇല്ലടാ മോനെ, ഒക്കുന്നില്ലടാ മോനാ. കറക്കിയപ്പോൾ നന്നായിട്ട് കറങ്ങി. ഒന്ന് കാണിച്ചേടാ കൂട്ടോ. ഞങ്ങൾ തറയിലൊക്കെ അതാകുമ്പോൾ ഇങ്ങനെ കറങ്ങി അങ്ങ് പോവും കേട്ടോ. അതും കൂടെ കറക്കേ. അത് അമ്മ രാവിലെ പോയി തറയിൽ പോയെന്ന് തോന്നി. അമ്മ രാവിലെ മോൻ കണ്ടിട്ടുണ്ട് ചീനിക്കായ? കുഞ്ഞ് അന്നേരം ചോദിച്ചു കണ്ടിട്ടില്ല അമ്മേന്ന്. തറയിടാതോ. അപ്പോഴിങ്ങനെയാണ് നമ്മൾ ചീനിക്ക പമ്പരം ഉണ്ടാക്കിയത് കേട്ടോ. കറക്കുന്നതും ഇങ്ങനെയൊക്കെ തന്നെയാണ്. പോയി നല്ല രസമുണ്ടല്ലേ, കളയാതെ നമുക്ക് എടുക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഞാൻ വെറുതെ ഒരു രസത്തിന് ചെയ്തതാണ്, വേറെ ഒന്നും കിട്ടിയില്ല കേട്ടോ, അതുകൊണ്ട് ചെയ്തതാണ്. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായതൊന്ന് ലൈക്ക് ചെയ്യണേ. ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.
അപ്പോഴേ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും. അപ്പോഴെല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ വിഷമമൊക്കെ ഉണ്ട്. ഇന്നലത്തെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ അറിയാവുന്ന ഒരാൾ മരിച്ചതിൻ്റെ ഒരു വിഷമമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ സാരമില്ലാതെ ദൈവഹിതം അങ്ങനെയാണ്. അപ്പോഴതുപോലൊക്കെ നടക്കുമല്ലേ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ കുഞ്ഞു വീഡിയോ. നാളെ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.